എക്സ്പോർട്ടിംഗ് റവല്യൂഷൻ, ഇസ്ലാമിക വിപ്ലവത്തെ കയറ്റുമതി ചെയ്ത ഇറാൻ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. വലിയ തോതിലാണ് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ നടന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഉപരോധം ഇറാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് ചിന്തിക്കുന്ന അനേകർ ഇറാനിലുണ്ട്. റസാ പഹ്ലവി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ് ജനങ്ങളോട്, ഇറാനിയൻ ജനതയോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ തെരുവിലിറങ്ങൂ, ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നയിക്കൂ, ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. അത് മരണസംഖ്യ 600 700 കടന്ന് പോകാൻ സാധ്യതയുണ്ട്. ഈ 10,000-ലധികം പേര് അറസ്റ്റിലാണ്, ഒരുപാട് പേര് കാണാനില്ല. ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ് ഇറാൻ. അമേരിക്കയ്ക്ക് ഹിതകരമല്ലാത്ത രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടും അല്ല എങ്കിൽ അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ടുകൊണ്ടും ഒരു ലോകക്രമം എത്ര കാലം മുന്നോട്ട് പോകും? ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവേണ്ടതല്ലേ? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇറാനിൽ ഉയർന്നു വന്നിരിക്കുന്ന സംഘർഷം. അവിടുത്തെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഖമേനിക്കെതിരെ. ഈ പ്രതിഷേധത്തിനെതിരെ ആയുധമെടുത്താൽ തങ്ങൾ ആഞ്ഞടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടുമിരിക്കുന്നു. ഇവിടെ ഈ പ്രതിഷേധത്തിൻ്റെ വിജയം എത്രത്തോളം, അല്ലെങ്കിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നവർ ആഗ്രഹിക്കുന്നത് ഇറാനിൽ സംഭവിക്കുമോ? വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഇടപെടലുകളെ എത്രത്തോളം നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും? ഇത് മാത്രമല്ല, ഇന്ന് ആഗോള രംഗത്ത് പല തീരുമാനങ്ങളും അമേരിക്കയുടെ ഇംഗിതത്തിന് മാത്രമേ മറ്റു രാജ്യങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് കൂടി ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പരിശോധിക്കാം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും. നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം ഇറാനിലേക്ക് പോകാം. നമുക്ക് ഇറാനിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രതിഷേധം പല സ്ഥലത്തും ഉയർന്നു വരും. അതിനെയൊക്കെ തന്നെ അവിടുത്തെ അധികാരം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താറുണ്ട്. അതിന് നേതൃത്വം നൽകുന്നവരെയൊക്കെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഈ പ്രതിഷേധം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു പാൻ ഇറാൻ തലത്തിലേക്ക് പ്രതിഷേധം പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാവിയെ കാണുന്നത്? ശരിയായ രീതിയിൽ പാൻ ഇറാനിയൻ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ 5 വർഷം കൂടുന്തോറും അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്. 2022 നമുക്ക് പരിചിതമാണ് മാഷ അമനി എന്ന വനിത ഹിജാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഒരു വിവാദവും സദാചാര പോലീസിന്റെ ഇടപെടലും വധവും എല്ലാം തന്നെ വലിയ വിവാദമായി. അത് നഗര കേന്ദ്രീകൃതമായ ടെഹ്റാൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു, നഗരങ്ങൾ ആളിക്കത്തുന്നു. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ഇറാന്റെ 31 പ്രവിശ്യകളിലേക്കും വ്യാപിച്ച ഒരു പ്രക്ഷോഭം അന്നുണ്ടായില്ല. 2019 ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ ഇപ്പോൾ അയത്തുള്ള അലി ഖമേനി നേതൃത്വം നൽകുന്ന ഒരു മതഭരണകൂടം, അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി, മസൂദ് പസഷ്കിയാൻ നേതൃത്വം നൽകുന്ന ഒരു വ്യവസ്ഥിതി, അതോടൊപ്പം തന്നെ റവല്യൂഷണറി ഗാർഡ്സ്, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് എന്ന സൈനിക യൂണിറ്റ്, അവരുടെ ബിസിനസ് താല്പര്യങ്ങളെല്ലാം തന്നെ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്, ഇതിനെല്ലാം എതിരെയുള്ള ഒരു ജനകീയ ഒരു റിസെൻറ്റ്മെൻറ്റ്, ഒരു പരിഭവം. ആ പരിഭവം ഇപ്പോൾ ഒരു പരിധി ലംഘിച്ചിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം ഇറാൻ അനുഭവിക്കുന്ന ഉപരോധങ്ങളാണ്. അമേരിക്കയുമായി ഏറെക്കാലമായി ഇറാൻ ചർച്ചയിലാണ്, ആണവ ചർച്ചയിലാണ്. പല സമയത്തും ഒരു കരാറിലെത്തിയതിനു ശേഷം പിൻവാങ്ങിയ ചരിത്രവുമുണ്ട്. അമേരിക്ക ഏകപക്ഷീയമായി ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പിൻവാങ്ങിയ ചരിത്രവുമുണ്ട്. അപ്പോൾ ആണവമായി തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കണം, ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണ് ഇറാൻ ആവശ്യം. ഇറാന് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും പ്രതിരോധം ആഗ്രഹിക്കുന്നു, അതിന് ആണവായുധങ്ങൾ വേണമെന്ന ഇറാന്റെ നിലപാട്. അങ്ങനെയെങ്കിൽ ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് ന്യൂക്ലിയർ പവർ ഉമ്മർപ്പടിയിൽ എത്തി നിൽക്കുകയാണ്. യുറാനിയം 235 സമ്പുഷ്ടീകരിച്ച് 90% നിർമ്മയുള്ള ഒരു സമ്പുഷ്ടീകരണമാണ് ഇറാൻ ഇപ്പോൾ നിലവിൽ. ആ ഒരു രംഗത്താണ് അമേരിക്ക കടന്നു വരികയും 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ജൂൺ 2025 അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആണവ പദ്ധതി ഏതാനും വർഷത്തേക്ക് പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ ഇറാന്റെ വലിയ രീതിയിലുള്ള ഒരു പണവും വിഭവങ്ങളും ചെലവഴിച്ചുകൊണ്ടാണ് ഇറാൻ അതിന്റെ പ്രോക്സീസിനെ നിലനിർത്തിയത്. ശരിയാണ്. ലെബനനിലെ ഹിസ്ബുള്ള, ഹമാസ് എന്ന പ്രോക്സി വെസ്റ്റ് ബാങ്ക് ഗാസയിലേത്, അതുപോലെ ഹൂതികൾ യമനിൽ, അതുപോലെ ഇറാൻ അനുകൂല ഷിയ മിലിഷ്യകൾ പല സ്ഥലങ്ങളിലായി, പ്രത്യേകിച്ചും ഇറാഖിലും സിറിയയിലും സജീവമാണ്. ഇതിനുവേണ്ടി വൻതോതിലാണ് പണം ചെലവഴിച്ചത്. അതിനർത്ഥം എന്താണ്? എക്സ്പോർട്ടിംഗ് റവല്യൂഷൻ,
ഇസ്ലാമിക വിപ്ലവത്തെ കയറ്റുമതി ചെയ്ത ഇറാൻ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ആ വില മുൻകാലങ്ങളിൽ റഷ്യൻ വിപ്ലവം, കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ എക്സ്പോർട്ട് ചെയ്ത റഷ്യ, സോവിയറ്റ് യൂണിയൻ അനുഭവിച്ച അതേ പതനത്തിലാണ് ഇന്ന് ഇറാൻ ചെന്ന് ഭവിച്ചിരിക്കുന്നത്. സോവിയറ്റ് യൂണിയന് പണം ഉണ്ടായിട്ടല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൈയച്ച് സഹായിച്ചതും പല രാജ്യങ്ങളിലേക്കും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥകൾ വരാൻ വേണ്ടി പണം നൽകിയതും എല്ലാം തന്നെ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക അടിത്തറ ക്ഷയിപ്പിക്കുകയും അങ്ങനെ സോവിയറ്റ് യൂണിയൻ ശിഥിലമാവുകയും 90-91 ചിതറിപ്പോവുകയൊക്കെ ചെയ്തു. ആ അബദ്ധം ചൈന കാണിച്ചില്ല എന്ന് ഓർക്കണം. ചൈനയും കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ വിപ്ലവം കയറ്റുമതി ചെയ്യാൻ ഒരു പണിയും അവർ ചെയ്തില്ല. മാത്രമല്ല ചൈന കൺസോളിഡേറ്റഡ് ആയി ആയുധങ്ങൾ വൻതോതിൽ നിർമ്മിച്ചു. അതുപോലെ സ്വന്തം കാര്യം മാത്രം നോക്കി. എക്സ്പാൻഷനിസം ഉണ്ട് അവരുടെ ചൈനയുടെ ആവശ്യത്തിന് വേണ്ടി, അല്ലാതെ കമ്മ്യൂണിസം വ്യാപിപ്പിക്കാനല്ല, മറിച്ച് ചൈനീസ് സ്വാധീനം വ്യാപിപ്പിക്കാൻ എല്ലായിടത്തും ശ്രമിച്ചു. പക്ഷെ ഇറാൻ ചൈനീസ് മാതൃകയല്ല, സോവിയറ്റ് മാതൃകയാണ് ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് ഇറാന് ഇത്രയധികം സാമ്പത്തിക പരാധീനത ഉണ്ടായത്. അത് മാത്രമല്ല, ചില സമയത്ത് ശത്രുവിനോടാണെങ്കിലും സന്ധി ചെയ്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അമേരിക്കയോട് സന്ധി ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ആണവ കരാർ ഇതിൽ ഒപ്പുവെച്ചുകൊണ്ട് വേണമെങ്കിൽ തങ്ങൾക്ക് ആണവായുധങ്ങൾ തൽക്കാലം ആവശ്യമില്ല, ആ ഓപ്ഷൻ ഇട്ടുകൊണ്ട് ഒരു വേണമെങ്കിൽ തുടരാമായിരുന്നു. പക്ഷേ ഇറാൻ അങ്ങനെയല്ല ചെയ്തത്. അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയെന്ന് പറയുമ്പോഴും ഇറാന്റെ ചില ചെയ്തികളുമുണ്ട്. വലിയ തോതിലാണ് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ നടന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഉപരോധം ഇറാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് ചിന്തിക്കുന്ന അനേകർ ഇറാനിലുണ്ട്. പക്ഷേ ഈ മസൂദ് പെസഷ്കിൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുമായി ചർച്ച ചെയ്യും, പരിഹാരം കണ്ടെത്തും എന്നാണ്. പക്ഷേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നേരെ ചൊവ്വേ ഇറാൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് പോയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഖമേനിയുടെ ഇടപെടലായിരിക്കുമോ കാരണമായത്? ഖമേനി മത നേതൃത്വമാണ്, അവസാന വാക്കാണ്. ഏത് തീരുമാനത്തിന്റെ പിന്നിലെ ഇറാനിലെ ലാസ്റ്റ് വേർഡ് ഈസ് ദാറ്റ് ഓഫ് അയത്തുള്ള അലി ഖമനി. അതെ, അവിടെ പക്ഷെ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇതെല്ലാം ഖമനിക്കെതിരെ പ്രതിഷേധം നടത്തുമ്പോഴും ഒരു ഷിയ പരമാധ്യക്ഷൻ എന്ന നിലയിൽ ഷിയ രാജ്യം കൂടിയാണ്, ഷിയ മഹാഭൂരിപക്ഷമുള്ള ഷിയ രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പോൾ അവിടുത്തെ വിവിധങ്ങളായ ജനതകളുണ്ട്. ഷിയകൾ മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ, ബഹായി ന്യൂനപക്ഷങ്ങളുണ്ട്, കുർദുകളുണ്ട് ഇറാനിൽ. വടക്കൻ ഇറാൻ അല്ലെങ്കിൽ കുർദ് മേഖല എന്നൊക്കെ പറയുന്നത് ഈ സിറിയ, തുർക്കി, ഇറാഖ്, ഇറാൻ ഈ മേഖലകളിലെല്ലാം ചിതറി നിൽക്കുന്ന ഒരു വംശീയ വിഭാഗമാണ്. അതിൽ ഇറാനിലെ കുർദുകൾ പലരും ഷിയാക്കളുമാണ്. അപ്പൊ ആ വിഭാഗം റിസെന്റ്മെന്റിലാണ്. അതുപോലെ ബലൂച്ചികൾ, സിസ്റ്റേൺ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഇറാന്റെ തെക്കൻ പ്രദേശം, പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ പ്രദേശം, അവിടുത്തെ ബലൂച്ചികൾ ചെറിയ പരിഭവത്തിലാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം, അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല, അതുകൊണ്ട് വിലക്കയറ്റം, അതിനെതിരെ വ്യാപാരികൾ തെരുവിലിറങ്ങി നാണ്യ ശോഷണം സംഭവിച്ചിരിക്കുന്നു. ഒരു ഇറാനിയൻ റിയാൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഡോളറിനെതിരെ 14 ലക്ഷം ഇറാൻ റിയാലാണ് ഒരു ഡോളറിന്റെ മൂല്യം. ഇറാൻ കറൻസി ഹസ് ബിക്കം പേപ്പർ കറൻസി. വെറും കടലാസ് വില പോലും ഇല്ലാത്ത കറൻസിയായി മാറിയിരിക്കുന്നു. സാധനങ്ങൾക്ക് തീപിടിച്ച വിലയുമാണ്. ഇൻഫ്ലേഷൻ റേറ്റ് 56% എത്തി നിൽക്കുന്നു. ഇതെല്ലാം തന്നെ കാട്ടുന്നത് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥയാണ്. അവിടെ അഡ്രസ്സ് ചെയ്യാൻ 2 തരത്തിലുള്ള നയതന്ത്രം, ആഭ്യന്തരമായ ഒരു നയതന്ത്രം അല്ലെങ്കിൽ ഒരു നീക്കുപോക്ക് പ്രക്ഷോഭകാരികളുമായി എന്തുകൊണ്ട് ഇറാനിയൻ നേതൃത്വം സംസാരിക്കുന്നില്ല എന്ന ന്യായമായ ചോദ്യമാണ്. ആഭ്യന്തരമായി ഒരു ഡിവൈഡ് ഉണ്ട് ഇവിടെ. ഭരണകൂടത്തിൽ ഡിവൈഡില്ല. പെസഷ്കിയാനോടൊപ്പം ഉള്ള മന്ത്രിസഭ അല്ലെങ്കിൽ അവിടെ ഡിവൈഡില്ല. റിപ്പബ്ലിക്കൻ ഗാർഡ്സിൽ, റെവല്യൂഷണറി ഗാർഡ്സിൽ ഒരു പ്രശ്നവുമില്ല. IRGC സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണ്. ഇറാന്റെ മതപരമായ നേതൃത്വത്തിൽ വിള്ളലുകളില്ല. അയത്തുള്ള അലി ഖമേനിക്കെതിരെ മതഘടനകൾക്കുള്ളിൽ നിന്നും വാളുകൾ ഉയരുന്നില്ല. അതെല്ലാം സ്റ്റേബിൾ ആണ്. പക്ഷേ ആഭ്യന്തരമായി ഹൈലി ഡിവൈഡഡ് ആണ് ഇറാൻ. അവിടെ മുൻകാലങ്ങളിൽ ഇറാൻ പിടിച്ചു നിന്നത് ജനതയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ്. ഈ 12 ദിന യുദ്ധത്തിൽ പോലും ഇറാനിയൻ ജനത അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി. ഇപ്പോൾ അവർ പട്ടിണിയിലായി, ഇറാൻ ജനത പട്ടിണിയിലായി. ഇപ്പോൾ അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങളെക്കാൾ കൂടുതൽ കേൾക്കുന്നത് അമേരിക്കയിൽ ഇപ്പോൾ പ്രവാസത്തിലുള്ള ഷാ പഹ്ലവി രണ്ടാമന്റെ മകൻ ഷാ റിസ പഹ്ലവി തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ റിസ പഹ്ലവി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ് ജനങ്ങളോട്, ഇറാനിയൻ ജനതയോട് പറയുകയാണ്, സഹോദരന്മാരെ നിങ്ങൾ തെരുവിലിറങ്ങൂ, ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നയിക്കൂ, ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു, ഞാനിതാ വരുന്നു. അദ്ദേഹം വന്ന് അമേരിക്കൻ അനുകൂല ഷാ എവിടെ നിന്നും അവസാനിപ്പിച്ചോ ഷായുടെ മകൻ പുതിയൊരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലേക്ക് വരും, അങ്ങനെ എല്ലാം ശരിയാകും എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ഇറാനിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 568 പേരാണ്
മരിച്ചു എന്ന് ലോക സംഘടനകൾ പലതും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി അത് മരണസംഖ്യ 600 700 കടന്ന് പോകാൻ സാധ്യതയുണ്ട്. ഈ 10,000-ലധികം പേര് അറസ്റ്റിലാണ്, ഒരുപാട് പേര് കാണാനില്ല. അപ്പോൾ വലിയ ഒരു സംഘർഷമാണ്, ആഭ്യന്തരമായ കലഹത്തിലാണ്, ആഭ്യന്തര യുദ്ധമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ് ഇറാൻ. ഈ അനുകൂല അന്തരീക്ഷം പ്രയോജനപ്പെടുത്തി അമേരിക്ക സൈനികമായി ഇടപെടുമോ? അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുമായി സംസാരിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇറാൻ ഭരണകൂടത്തിലുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഒമാൻ. സാധാരണഗതിയിൽ സന്ധി സംഭാഷണങ്ങൾക്ക് വരുന്നത് ഖത്തറൊക്കെയാണ്, ഈജിപ്തും ഖത്തറൊക്കെയാണ്. ഇവിടെ ഒമാൻ രംഗത്ത് വരികയാണ്. ഒമാൻ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംസാരത്തിന്റെ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നറിയില്ല. അമേരിക്കയുടെ പശ്ചിമേഷ്യ പ്രതിനിധി, ട്രംപിന്റെ വലിയ കാര്യസ്ഥനായി പ്രവർത്തിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും തമ്മിൽ ഏതാനും റൗണ്ട് ചർച്ചകൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. പക്ഷേ അമേരിക്ക ആക്രമിക്കില്ല എന്ന ഉറപ്പൊന്നും നൽകിയിട്ടില്ല. ഈ പ്രതിഷേധക്കാർക്കെതിരെ നിറയൊഴിക്കാനാണ് ഭരണകൂടം തീരുമാനിക്കുന്നതെങ്കിൽ തങ്ങൾ അവിടെ ഇടപെടും, ആക്രമിക്കും. ആക്രമണം എന്ന് പറഞ്ഞാൽ കരയാക്രമണമൊന്നും ഉണ്ടാവില്ല, അത് ഏറിയൽ ബോംബാർഡ്മെന്റ് ആണ്. ഏറിയൽ ബോംബാർഡ്മെന്റിലൂടെ ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചറെ ദുർബലപ്പെടുത്താൻ സാധിക്കും എന്ന് മാത്രമാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുക. പക്ഷേ ആഭ്യന്തരമായി ഒരു പ്രതിപക്ഷം, കൃത്യമായ അർത്ഥത്തിൽ ഒരു പ്രതിപക്ഷം ഇറാനിലില്ല. ചിതറി നിൽക്കുന്ന ആളുകളാണ്. ജൻസി പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിലാണ് ഇറാൻ പ്രക്ഷോഭം നടക്കുന്നത്. അവിടെ ആരാണ് നേതാവ്? ആരാണ് ഇറാനിലെ പ്രതിപക്ഷങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത്? പ്രക്ഷോഭകാരികളുടെ നേതാവ് ആരാണ്? ഒരൊറ്റ പേര് പറയാനില്ല. അതുകൊണ്ട് ഗവൺമെന്റ് സംസാരിക്കണമെങ്കിൽ, പ്രതിഷേധക്കാരോട് സംസാരിക്കണമെങ്കിൽ whom will they talk to is a big question. ആരോട് സംസാരിക്കും? അത് വലിയ ചോദ്യമാണ്. ഒരുപാട് പ്രഹേളികളുടെ മധ്യത്തിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പലപ്പോഴും ഈ പ്രതിഷേധം ഉയർന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാമായിരുന്നു ഇതിന് പിന്നിൽ അമേരിക്കയാണ് എന്ന്. ഇപ്പോഴും പിന്നീട് ഉറപ്പിക്കുകയും ചെയ്തു അമേരിക്കയാണ് എന്ന്. ഇപ്പോൾ അമേരിക്ക പറയുന്നു പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ പാടില്ല, എങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന്. അമേരിക്കയുടെ ഇടപെടൽ ഒരു ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക് പോകുമോ എന്നൊക്കെ ആൾക്കാർ സംശയിക്കുന്നുമുണ്ട്. ഇവിടെയാണ് ഈ പ്രക്ഷോഭത്തിൽ ഒക്കെ അമേരിക്കയുടെ പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു മുഖമല്ല, പണ്ട് മുതൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ഈ പ്രക്ഷോഭകാരികളെ സഹായിക്കുന്നു, മറുവശത്ത് അവരുടെ കച്ചവട താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഓരോ രാജ്യത്തിൻ്റെയും വിദേശകാര്യ നയവും കച്ചവട നയവും ഒക്കെ തന്നെ അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. മറുവശം ഇതിൻ്റെ ഒരു അവലോകനം അവിടെയും ആവശ്യമാണെന്ന് തോന്നുന്നു. അമേരിക്കയുടെ ഒരു നയമുണ്ട്. ഈ പണ്ട് വെള്ളക്കാരൻ്റെ ഒരു നയമുണ്ടായിരുന്നു. സായിപ്പന്മാർ, അത് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, പിന്നെ ജർമ്മൻ കൊളോണിയലിസം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. അവർ പറഞ്ഞിരുന്നത്, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നത്, it is our responsibility, it is the white man's burden to provide good administration to the indigenous people. ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്ക് നല്ല ഭരണം നൽകേണ്ടത്, അവിടുത്തെ വ്യവസ്ഥകളെ ഉദ്ധരിക്കേണ്ടത്, ജാതിക്കോമരങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളിയിരുന്ന, വിവേചനമുണ്ടായിരുന്ന ഒരു നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാകേണ്ടതിനൊക്കെ വെള്ളക്കാരൻ്റെ ചരിത്രപരമായ നിയോഗമാണ്, ബർഡനാണ്, ഒരു തലവേദനയാണ്. എങ്കിലും തങ്ങളത് ചെയ്യുന്നു, ലോക മാനവരാശിക്ക് വേണ്ടി തങ്ങൾ ചെയ്യുന്നു. ഇതാണ് വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ അമേരിക്ക പറയുകയാണ്, ഇറ്റ് ഇസ് അവർ ബർഡൻ ടു ഡെമോക്രാറ്റൈസ് ദ വേൾഡ്. ലോകത്തിന്റെ ജനാധിപത്യവൽക്കരണം, ടു മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി. ഇതാണ് അമേരിക്കയുടെ മുദ്രാവാക്യം. അങ്ങനെയാണ് വെനസ്വേലയിൽ ഇടപെടുന്നത്. വെനസ്വേലയിൽ ജനാധിപത്യമില്ല, മഡൂറോ ഭരണകൂടം, മർദ്ദക ഭരണകൂടമാണ്. അവിടെ തെരഞ്ഞെടുപ്പെല്ലാം അട്ടിമറിച്ചിരിക്കുന്നു. ഇത് ഇറാനിലും ശരിയാണ്, ജനാധിപത്യം ആ രീതിയിലില്ല, അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജനാധിപത്യം അവിടെ ഇല്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അട്ടിമറിക്കാമോ? ഇതാണ് ചോദ്യം. അതുകൊണ്ട് ഇറാനുമായി കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അഡീഷണൽ 25% ടാരിഫ്, ഹിതകരമല്ലാത്ത റഷ്യയുമായി കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 25% ടാരിഫ്. അങ്ങനെ തോന്നിയതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങളെ എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി ടാരിഫുകൾ അടിച്ചേൽപ്പിക്കാനാവുമോ? ലോകക്രമത്തെ തന്നെ അമേരിക്കയ്ക്ക് ഹിതകരമല്ലാത്ത രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടും, അല്ല എങ്കിൽ അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ടുകൊണ്ടും ഒരു ലോകക്രമം എത്ര കാലം മുന്നോട്ട് പോകും? ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവേണ്ടതല്ലേ? ഈ ചോദ്യം ഇറാൻ എന്ന രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ വെനസ്വേല ഇടപെട്ടു, ഗ്രീൻലാൻഡ് ഇങ്ങനെ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു. അതുപോലെ ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡിലെ തങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത്. വേണം, ഇത് അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, അത് മനസ്സിൽ. പക്ഷെ തുറന്നങ്ങോട്ട് പറയുക, ഇല്ലെങ്കിൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചു കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കും ബലപ്രയോഗത്തിലൂടെ
എന്നൊക്കെ പറയുന്ന എന്ത് ശുദ്ധ ന്യായമാണ്? ധിക്കാരമല്ലേ? ന്യായമല്ലല്ലോ, ധിക്കാരമല്ലേ? ഇതെല്ലാം കേട്ടിട്ട് ലോകരാജ്യങ്ങൾ മിണ്ടാതിരിക്കുകയാണ് അതെ. ഇപ്പോൾ. അതെ അവിടെയാണ് പിന്നെ ശോഭജനകം. അപ്പൊ ഇറാന്റെ വിഷയത്തിൽ അതെ. ഇറാനിൽ തേനും പാലും ഒഴുകുകയാണെന്ന ചിന്തയൊന്നും എനിക്കില്ല. അതെ. പക്ഷേ ഇറാനിൽ ആ രീതിയിൽ ആ ന്യായം പറഞ്ഞുകൊണ്ട്, ഇറാനിൽ മർദ്ദക ഭരണകൂടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇറാനെ ആക്രമിക്കാൻ വേണമെങ്കിൽ പറയാം, ഇറാന്റെ ആണവായുധങ്ങൾ സമീപ രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യ നോക്കൂ, അവർ ആണവായുധങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഉം. UAE നോക്കൂ, എന്ത് സംരക്ഷണം. പക്ഷെ ഒരു കാര്യമുണ്ട്, പൂർണ്ണമായി അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിലെ എണ്ണ സമ്പന്നമായ സുന്നി അറബി രാജ്യങ്ങൾ. അതെ. സൗദിയും UAE-യും ഖത്തറും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു രാജ്യമാണ് ഇറാൻ. അമേരിക്കയ്ക്ക് വിധേയപ്പെടാതെ പെട്രോ ഡോളേഴ്സ്, അതെ. ഇതാണ് പ്രധാനം. കച്ചവടം നടത്തിക്കോളൂ നിങ്ങൾ എണ്ണയിൽ, അത് ഞങ്ങളുമായി കച്ചവടം നടത്താം, ആരുമായി നടത്താം, പക്ഷെ ഞങ്ങളുടെ നാണയമാണ് ഉപയോഗിക്കേണ്ടത്, ഡോളർ. അതല്ലാത്തൊരു നാണയം ഉപയോഗിക്കാൻ നിങ്ങൾ ഒരുമ്പെട്ടാൽ സുട്ടിടുവേൻ. ഇതാണ് അമേരിക്ക ഇതാക്കിയത്. അപ്പൊ ഇറാൻ പുതിയൊരു ലോകക്രമത്തിന്, ചൈനയും റഷ്യയും ഇന്ത്യയും ഇറാനും എല്ലാം ഒരു പുതിയ ലോകക്രമത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മുളയിലെ നുള്ളുക, ഇതാണ് പ്രമാണം. അതുകൊണ്ടാണ് ഇറാനിലേക്കുള്ള ആക്രമണം വരുന്നത്. അല്ലാതെ അതുകൊണ്ട് അമേരിക്ക അനുകൂലം ഒരു ഭരണകൂടം ഉണ്ടായാൽ ഇറാന്റെ എണ്ണ പൊതുവിപണിയിലെത്തും. ഇന്ത്യക്ക് ഉൾപ്പെടെ സന്തോഷമാണ്. കാരണം ഹോർമൂസ് കടലെടുക്ക് കടന്ന് ഇറാന്റെ എണ്ണ പുറം ലോകത്ത് എത്തിയാൽ എണ്ണയുടെ വീപ്പയ്ക്ക് തീപിടിച്ചു വരുന്ന വില കുറഞ്ഞു വരും, നല്ലതാണ്. വെനിസ്വേലൻ എണ്ണ അമേരിക്കയിലേക്ക് വരും, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരും, ക്രൂഡ് ഓയിൽ വരും, ഇന്ത്യയിൽ ശുദ്ധീകരിക്കാം. ഇതൊക്കെ വിഭവങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ നശിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലോകക്രമം. അതാണ് ഇറാനിലും അത് തന്നെയല്ലേ നടക്കുന്നത് എന്ന് അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അമേരിക്ക ചെയ്യുന്നതെല്ലാം, പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാഖിൽ മാസ് ഡിസ്ട്രക്ഷന് സാധ്യമാകുന്ന തരത്തിലുള്ള ആയുധശേഖരമുണ്ട് ഇറാഖിൻ്റെ വശം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇറാഖിനെ ആക്രമിക്കുന്നു, അവിടുത്തെ ഭരണകൂടത്തെ താറുമാറാക്കുന്നു, സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്നു. അതിനുശേഷം അവിടെ ജനാധിപത്യം സ്ഥാപിക്കുകയാണ്. അതൊരു ഇമ്പോസ്റ്റ് ഡെമോക്രസി ആയിരുന്നു നമുക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഒരു ഇമ്പോസ്റ്റ് അടിച്ചേൽപ്പിക്കപ്പെട്ട ജനാധിപത്യം സർവൈവ് ചെയ്യില്ലല്ലോ. എന്നിട്ട് ജനാധിപത്യം അവിടെ നിലനിന്നോ? ഇല്ലല്ലോ. IS കൊണ്ടുപോയില്ലേ? ഇറാഖിന്റെയും സിറിയയുടെയും സിംഹഭാഗം കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പോയി. പിന്നീട് വളരെ കഷ്ടപ്പെട്ട് സൂചി കൊണ്ട് എടുക്കാവുന്നതിനെ തൂമ്പ കൊണ്ടും JCB കൊണ്ടും എടുക്കേണ്ടി വന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് തന്നെ. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ മാറ്റി പുതിയൊരു ഭരണകൂടം ഉണ്ടാക്കി. അവസാനം താലിബാന് വെള്ളിത്താലത്തിൽ വെച്ച് അധികാരം താലിബാന് കൈമാറിയതിനു ശേഷം അമേരിക്കയ്ക്ക് നാണം കെട്ട് പിൻവാങ്ങേണ്ടി വന്നു. അമേരിക്കയുടെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. വിയറ്റ്നാമിൽ ഇടപെട്ടിട്ട് എന്തായി? 10 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിയറ്റ്നാമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അതുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി അമേരിക്ക ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അല്ല, ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നു, ഓക്കെ, ഇത് ഒരു വശം അമേരിക്കയുടെ ഒരു താൻ പോരുമ ലോകത്തെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. പണ്ട് ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആരിൽ നിന്ന് സാധനം വാങ്ങിക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ, റഷ്യ ആർക്കൊക്കെ കൊടുക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകം എങ്ങനെ ചലിക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ അതെവിടെ? അതെ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 45 മുതൽ ലോകത്തൊരു അലിഖിതമായ ഒരു ക്രമമുണ്ട്. റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയും. ചില നിയതമായ ചട്ടങ്ങളുടെയും ധാരണകളുടെയും അടിസ്ഥാനത്തിൽ വേണം ലോകക്രമം മുന്നോട്ട് പോകേണ്ടത്. ഒരു രാജ്യവും ശക്തി ഉണ്ട് എന്നൊറ്റ കാരണത്താൽ മറ്റൊരു രാജ്യത്തിന് മേൽ ആക്രമണം നടത്തരുത്, മറ്റൊരു രാജ്യത്തിന് വിദേശ നയം സ്വാധീനിക്കാൻ പോകരുത്. ഇതാണ് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ. ഇപ്പോഴങ്ങനെയല്ല. ഇന്ത്യയുടെ വിദേശ നയം, വിദേശ വ്യാപാര നയം എന്തായിരിക്കണമെന്ന് ട്രംപ് പറയും. അങ്ങനെ തീരുമാനിച്ചില്ല എങ്കിൽ ടാരിഫ് എന്ന ചാട്ടവാർ എടുത്ത് അടിക്കാൻ തുടങ്ങും. ഇത് ഒരു എസിമെട്രിക്കൽ വേൾഡ് ഓർഡറിലേക്ക് നിൽക്കുകയാണ്. അവിടെയാണ് ഒരു ന്യൂ ബാലൻസ് ഓഫ് പവർ റെജിമെൻ അതിന്റെ ആവശ്യകത. ഈ ഒരു ശക്തി വല്ലാതെ വളരുന്നുവെങ്കിൽ മറ്റെല്ലാ രാജ്യങ്ങളും ചേർന്ന്, പരമാവധി രാജ്യങ്ങൾ ചേർന്ന് ഒരു ബാലൻസിങ് ആക്ട്, ശീതയുദ്ധ സമയത്തിന്റെ ഒരു പാരഡൈം ആയിരുന്നല്ലോ ഈ ശക്തി സന്തുലനം, ബാലൻസ് ഓഫ് പവർ. അത് പുതിയ രൂപത്തിൽ ബാലൻസിങ് ഉണ്ടായില്ല എങ്കിൽ ലോകം വീണ്ടും ഒരു പുതിയ കൊളോണിയൽ സംസ്കാരമാണ്, സാമ്രാജ്യത്വം. ഇപ്പം ഇടതുപക്ഷങ്ങളൊക്കെ പറയുന്ന ആ സെൻസിലല്ല എങ്കിൽ പോലും ഒരു സാമ്രാജ്യത്വം, അമേരിക്കയുടെ ഒരു സാമ്രാജ്യത്വ വാഴ്ച അംഗീകരിക്കുന്നവർ മാത്രം നിലനിന്നാൽ മതി. മറ്റുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളെ എങ്ങനെയും തങ്ങൾ തകർക്കും, സായുധമായി പോലും തങ്ങൾ തകർക്കും. എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുള്ള രാജ്യങ്ങൾക്ക്, വിഭവങ്ങളില്ലാത്ത രാജ്യങ്ങൾ പ്രശ്നമില്ല, അവരെ കുറിച്ച് കാര്യമായി ഒന്നുമില്ല. അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. അവിടെയും ചില മിനറൽസ് ആൻഡ് മെറ്റൽസ് വിഭവങ്ങൾ കണ്ടെത്തും, ഉഷ്ണഭൂമിയാണെങ്കിൽ പോലും. അങ്ങനെയല്ലേ വിഭവങ്ങളില്ല എന്നാണല്ലോ പിന്നെ ഈ ഗ്രീൻലൻഡിനെ കുറിച്ച് വിചാരിച്ചത്. ആ മഞ്ഞിന്റെ അടിയിൽ മുഴുവൻ വിഭവങ്ങളല്ലേ. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും വേറെ വിഭവങ്ങളുണ്ട്, മിനറൽസ് ആണ്, ഓയിലൊന്നുമല്ല. പക്ഷെ ഇതെല്ലാം തന്നെ
അമേരിക്കയ്ക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ, അമേരിക്കൻ കമ്പനികൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്ന രീതിയിൽ എല്ലാം തന്നെ ഓൾ റോഡ്സ് ഷുഡ് ലീഡ് ടു ന്യൂയോർക്ക്. അല്ല എങ്കിൽ നിങ്ങളെ വെച്ചേക്കില്ല, എക്സെപ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു ധിക്കാരമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. ഡൊണാൾഡ് ട്രംപ്, അമേരിക്ക അണ്ടർ ഡൊണാൾഡ് ട്രംപ്, ഇത് അമേരിക്കൻ ജനത കുറേയൊക്കെ വകവെച്ച് കൊടുക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ തിരുത്താൻ കഴിയുന്ന അമേരിക്കൻ ജനതയ്ക്ക് മാത്രമാണ്, മറ്റാർക്കുമല്ല. അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇന്റേണലി അറ്റ്ലീസ്റ്റ്. അവിടെ ട്രംപ് കടിഞ്ഞാണില്ലാതെ മുന്നോട്ട് പോയാൽ അമേരിക്ക ഡെറ്റിലാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് 1 ട്രില്യൺ പ്ലസ് ഡെറ്റാണ്. അത്രയും വലിയ കടം ഉള്ള രാജ്യം തന്നെയാണ്. 30 ട്രില്യൺ ഇക്കോണമിയാണ്, ശരിയാണ്. പക്ഷേ അത്രയും തന്നെ ഡെറ്റും കൂടിയുണ്ട്. പൊതുകടം 30 ട്രില്യൺ കടം കൂടിയുണ്ട് അമേരിക്കയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റേബിൾ ഇക്കോണമിയാണ് എന്ന് പൊതുവെ പറയുമ്പോഴും ഉൽപാദനക്ഷമത വളരെ കുറവാണ്. ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് ഹെവിലി ലോഡഡ് അഗൈൻസ്റ്റ് അമേരിക്ക. ഇറക്കുമതി രാജ്യമാണ് അമേരിക്ക, ഉൽപാദന രാജ്യമല്ല, മറിച്ച് ഉപഭോഗ രാജ്യമാണ്. അതുകൊണ്ട് ഉപഭോഗ രാജ്യം എന്ന നിലയിലുള്ള ഒരു ദൗർബല്യം മറികടക്കാൻ ഫ്ലെക്സിംഗ് മസിൽസ് എന്ന ഒരു പൊളിറ്റിക്കൽ മിലിറ്ററിസ്റ്റിക് സ്ട്രാറ്റജി അമേരിക്ക ഇപ്പോൾ ഉപയോഗിക്കുന്നു. അതിന് ട്രംപിന്റെ വക ഹൈ ഹാൻഡഡ്നെസ് ഉപയോഗിക്കുന്നു. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പല ലോകരാജ്യങ്ങളും. എത്രത്തോളം കാലം ഇങ്ങനെ പോകും? അതാണ് ഇനിയിപ്പോ ട്രംപിന്റെ അധികാര സമയം കഴിയുവാൻ 3 വർഷം കൂടിയുണ്ട്. അതുവരെ നമ്മൾ കാത്തിരിക്കണം എന്നാണോ? അങ്ങനെ ആയിരിക്കുമോ ലോകം ചിന്തിക്കുക? സ്വാഭാവികമായി ഇത് ലോക ചരിത്രം നോക്കിയാൽ സ്വാഭാവികമായി ഒരു റീഗ്രൂപ്പിംഗ് ഉണ്ടാകും. വേൾഡ് ഓർഡർ ഇസ് നെവർ സ്റ്റാറ്റിക്, അല്ലെ? നിശ്ചലമല്ല, ലോകക്രമം ഒരിക്കലും നിശ്ചലമല്ല, ചലനാത്മകമാണ്. അവിടെ ഒരു സാഹചര്യം വരുമ്പോൾ മാറി ചിന്തിക്കേണ്ടി വരും. മാറി ചിന്തിക്കുന്ന വേദനാജനകമായ അനുഭവമാണ്. ഇന്ത്യക്ക് മാറി ചിന്തിക്കാനാവുമോ? അങ്ങനെ ചോദ്യം ചോദിക്കാം. ഇപ്പോൾ അമേരിക്കൻ ഡോളർ അധിഷ്ഠിത വ്യാപാരക്രമത്തിൽ നിന്നും മാറി റുപ്പി അധിഷ്ഠിത വ്യാപാരക്രമം വരാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാമെന്നല്ലാതെ പൂർണ്ണമായി അങ്ങനെ വന്നാൽ അമേരിക്കയുടെ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പോൾ തന്നെ നിലവിൽ 50% ഉപരോധം, 25% നേരത്തെ ഏർപ്പെടുത്തിയതും, റഷ്യയോടൊപ്പം വ്യാപാരം ചെയ്യുന്നു, എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ അഡീഷണൽ 25%. ഇപ്പോൾ ഇതാ ഇറാനുമായി ചെറിയ രീതിയിലെങ്കിലും വ്യാപാര ബന്ധമുള്ള ഇന്ത്യക്ക് അഡീഷണൽ 25%. ഇതെങ്ങനെ പോകും? എത്ര കാലം മുന്നോട്ട് പോകും? നേരത്തെ പറയുന്നു റഷ്യയുമായി തുടരുകയാണ്, ഞങ്ങൾ 500% ടാരിഫ് ഏർപ്പെടുത്തും. അപ്പോൾ ഈ ഒരു വശത്ത് ഗ്ലോബലൈസേഷൻ വളരെയധികം വ്യാപിക്കുന്നു, മറുവശത്ത് വാതിലുകൾ കൊട്ടി അടയ്ക്കുകയാണ്. ഫ്രീ ഫ്ലോ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ അക്രോസ് ദ ഫ്രോണ്ടിയേഴ്സ്, ഇതാണല്ലോ ഗ്ലോബലൈസേഷൻ. അതുകൊണ്ട് ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആഗോള ശക്തിയായ അമേരിക്കയുടെ നീക്കം എന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടി വരില്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അമേരിക്കയുടെയും ട്രംപിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ സ്വദേശീവൽക്കരണം, നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ളവ നിർമ്മിക്കാൻ ഉള്ള മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ശക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റ് സ്ട്രോങ് ആക്കാനുള്ള ശ്രമം നടക്കുന്നു. നമ്മൾ സോളാർ പ്രൊപ്പൽഡ് ആയിട്ടുള്ള എനർജി ഉൽപ്പാദനത്തിലേക്ക് കൂടുതലായി പോകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയാണ്. ഒപ്പം തന്നെ ആയുധ നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇത് ഒരു പരിധിവരെ നമ്മൾ ഇത് വേഗത്തിലാക്കിയാൽ നമുക്ക് കൊള്ളാം, അല്ലേ? 3 സെക്യൂരിറ്റി പാരഡൈംസ്, നാഷണൽ സെക്യൂരിറ്റി ത്രൂ ഡിഫൻസ്, നമ്മൾ തദ്ദേശീയവൽക്കരിക്കുന്നു. തേജസ് എയർക്രാഫ്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ അർജുൻ ടാങ്കുകളായിക്കൊള്ളട്ടെ, ആകാശ് മിസൈൽ ആയിക്കൊള്ളട്ടെ, പരമാവധി ഈ ആശ്രിതത്വം, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ആശ്രിതത്വം പരമാവധി കുറച്ചുകൊണ്ടുവരുന്നു. അതാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മാർഗം. ഇനിയുള്ളത് എനർജി സെക്യൂരിറ്റിയാണ്. അവിടെ ഊർജ്ജ ഉപാധികൾ തൽക്കാലം നമ്മൾ ഹൈഡ്രോ കാർബൺ വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നു. പക്ഷേ ആഭ്യന്തരമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഊർജ്ജ ഉപാധികൾ, അൺകൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉപയോഗിക്കേണ്ടി വരുന്നു. അതിലേക്കാണ് നയങ്ങൾ വരുന്നത്. അവസാനമായി ഫുഡ് സെക്യൂരിറ്റി, അത് ഓൾറെഡി നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. ഭക്ഷ്യ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞു. എന്നിരുന്നാലും ലോകത്തെ ചില ധാരണകൾ തന്നെ പാലിക്കേണ്ടതുണ്ട്. അവിടെ അമേരിക്ക ഒരു നിവൃത്തിയുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാറി ചിന്തിക്കാൻ സ്വാഭാവികമായി ഇന്ത്യ തയ്യാറെടുക്കേണ്ടി വരും. ഇപ്പോൾ ഉടനെ അത് പ്രഖ്യാപിച്ചില്ല എങ്കിലും അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് പ്ലേയിങ് കാർഡ്സ് വെരി ക്ലോസ് ടു ദ ചെസ്റ്റ്. വളരെ എനിക്കൊന്ന് സൈലന്റ് ആയി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സൈലന്റ് ആയി പ്ലേ ചെയ്യുന്നു. ട്രംപ് ബഹളം വെക്കുന്നു, നരേന്ദ്രമോദി കാര്യമായി ബഹളം വെക്കുന്നില്ല. ചെയ്യുന്നത് ചെയ്താൽ മതിയല്ലോ, വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ, ചെയ്യാനുള്ളത് പ്രവർത്തിച്ച് കാണിച്ചാൽ മതിയല്ലോ എന്നതായിരിക്കും ഒരു പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നയം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗ്രോത്ത് നന്നായി പോകുന്നു, സ്ട്രോങ് ആയി പോകുന്നു. വേൾഡ് ബാങ്ക് പ്രൊജക്ട് ചെയ്തതിനേക്കാൾ ബെറ്റർ എക്കണോമിക് ഗ്രോത്ത് ആണ്, GDP ഗ്രോത്ത് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കോണമി ഈസ് ഇൻ റൈറ്റ് ട്രാക്ക് എന്നതാണ് അറ്റ് എ മാക്രോ എക്കണോമിക് ലെവൽ, അറ്റ് ബ്രോഡർ ലെവൽ. എന്തായാലും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറയാം. അമേരിക്കയെ നമ്മളിപ്പോൾ എതിർക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളെ നമ്മൾ എതിർക്കുന്നുണ്ട്, തുറന്നു തന്നെ എതിർക്കുന്നുണ്ട്. അത് ഇത്തരത്തിലൊരു ഏകാധിപത്യ രീതിയിലേക്ക് അവർ പോവുകയാണെങ്കിൽ എതിർപ്പ് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഇറാനിൽ
ജനങ്ങളുടെ പ്രക്ഷോഭത്തെ നമ്മൾ എഴുതി തള്ളുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ചോദ്യം. കാരണം അവിടെ ഇറാൻ റവല്യൂഷനിലൂടെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണകൂടം വരുന്നു, ജനാധിപത്യ സംവിധാനം വരുന്നു. പക്ഷേ അന്നത്തെ ഖമേനി ഉറപ്പ് നൽകിയതൊക്കെ തന്നെ പിന്നീട് അദ്ദേഹം കുറേശ്ശെ സ്വാതന്ത്ര്യം വെട്ടിക്കുറച്ച് വീണ്ടും ഒരു മതാധിഷ്ഠിത ഭരണകൂടത്തിലേക്ക് അത് മാറുകയും ചെയ്തു. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ത്രീകളൊക്കെ ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. വി ആർ നോട്ട് വിത്ത് ദി ഗവൺമെന്റ് ഓഫ് എനി കൺട്രി ഇൻ ദാറ്റ് സെൻസ്, ബട്ട് വി ആർ വിത്ത് ദി പീപ്പിൾ ഓഫ് ഇറാൻ, വി ആർ വിത്ത് ദി പീപ്പിൾ ഓഫ് വെനസ്വേല. ഇന്ത്യ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, അമേരിക്ക വെനസ്വേലയിൽ ഇടപെട്ടതിന്റെ രീതിശാസ്ത്രം ഇന്ത്യ പരിഗണിച്ചതേയില്ല. പക്ഷേ വെനസ്വേലയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഭാരതം, അവിടെ ജനാധിപത്യപരമായ ഒരു ക്രമം ഉണ്ടാക്കണം. അത് അമേരിക്ക അവിടെ ഇടപെട്ടത് ശരിയായില്ല എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ശരിയായില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇറാനിൽ അമേരിക്ക ഇടപെടുന്നു, അവിടെ നമ്മളൊരു സമദൂരം തന്നെയാണ് പാലിക്കുന്നത്. ഇറാൻ എന്നത് മുസ്ലിം രാജ്യമാണെന്നോ ഇറാൻ ഏകാധിപത്യ ഭരണകൂടമാണെന്നോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇറാൻ ജനത അവർ ദേ ഡിസേർവ് സംതിങ് ബെറ്റർ, ദേ ഡിസേർവ് റിസോഴ്സസ്. ഇറാൻ റിസോഴ്സ് റിച്ച് ആണ്. ഇറാൻ റിസോഴ്സസ് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇറാൻ ഇന്ത്യയുമായി കച്ചവടം നടത്താനുള്ള അവസരം ഉണ്ടാകണം. ഇറാന് സ്വതന്ത്ര പരമാധിക രാജ്യമായി നിലനിൽക്കാനാവണം. ഇറാന്റെ ജനതയ്ക്ക് അതനുഭവിക്കാനാവണം. അതിന് വൈദേശിക ഇടപെടലുകൾ, വൈദേശികാരും ഇന്ന് ഇറാൻ നാളെ ഇന്ത്യ ആയിക്കൂടായികയില്ല. അവിടെയാണ് ഇപ്പോൾ നമ്മൾ അയൽ രാജ്യത്ത് നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അത് കണ്ടുകൊണ്ട് നമുക്കത് അനുകൂലമാകും എന്ന് പറഞ്ഞിരുന്നാൽ നാളെ നമ്മളെ തേടി വരും. ഈ വിപത്തുകൾ ഭാരതത്തെ തേടി വന്നാൽ ഈ ചങ്കൂറ്റം മതിയാവില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ വളരെ കരുതിക്കൂട്ടിയുള്ള പ്രതികരണമാണ്. അതേസമയം തന്നെ വ്യാപാര ചർച്ചകൾ, അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. സമഗ്ര വ്യാപാര ഒരു ചർച്ച നടത്തി ഒരുപക്ഷെ ഒരു ഡീലെത്തിയേക്കാം. ട്രംപ് ഇസ് എ മാൻ ഓഫ് ഡീൽസ് അല്ലേ? അതുകൊണ്ട് ഇന്ത്യ ഹാസ് ലേൺ ടു ഡാൻസ് വിത്ത് ദ ഡെവിൾ. We know that there are devils around, but it's a question of knowing how to dance with the devil. അതാണ് നമ്മൾ ചെകുത്താന്മാർക്കൊപ്പം നൃത്തം ചെയ്യാൻ പഠിക്കണം. അത് ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിൽ തന്നെയും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ തന്നെയും ആഗോള പൊളിറ്റിക്സിലാണെങ്കിൽ തന്നെയും അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്കില്ലാണ് നമ്മളിപ്പോൾ കുറെ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ചുവടുകളും നമ്മൾ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. നമ്മൾ സൈലൻ്റായി അമേരിക്കയെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രംപ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മേ ബി ഒരു 3 വർഷം കൂടി ഇത്തരത്തിൽ ട്രംപിൻ്റെ ബഹളം വയ്ക്കൽ ലോകത്തിന് സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതിനു മുൻപ് തന്നെ ഒരു സ്വാഭാവികമായ എതിർപ്പ് ആഗോളതലത്തിൽ ഉയർന്നു വന്നേക്കാം അമേരിക്കയ്ക്ക് എതിരെ എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പറഞ്ഞു വെച്ച ഒരു വശം. 2, ഇറാനിലെ ജനത സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മൾ ടോക്കിംഗ് പോയിന്റിലും അക്കാര്യം ഊന്നി പറയുക തന്നെയാണ്. അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകത്തെ എല്ലാ രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ മാത്രം തടവറയിൽ എന്ന പോലെ കഴിയേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടൽ അനിവാര്യമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു വശത്ത് നീങ്ങുമ്പോൾ മറുവശത്ത് അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ ഉയർത്തിക്കാട്ടേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ ഇറാനിയൻ ജനത സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവയ്പ് നടത്തുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെയും അത് തന്നെ സംഭവിക്കണം. അമേരിക്കയുടെ കടുംപിടുത്തത്തിൽ നിന്നും ഏകാധിപത്യ രീതിയിൽ നിന്നും ലോകത്തിന് ഇന്നല്ലെങ്കിൽ നാളെ രക്ഷ വേണം. അതിന് മറ്റുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇന്ത്യയും അക്കാര്യത്തിൽ തങ്ങളുടെ ചുവടുകൾ വളരെ ഫേമായി, വളരെ ഉറച്ച ചുവടുവയ്പ്പുകളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ബഹളം വയ്ക്കേണ്ടതില്ല. നമുക്ക് നമ്മളുടെ ചുവടുവയ്പ്പുകൾ ശക്തമായി മുന്നോട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ, ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കും ഒരു സ്വാതന്ത്ര്യം, അത് സാമ്പത്തിക സ്വാതന്ത്ര്യം അത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ കാര്യത്തിലും സ്വാതന്ത്ര്യം അനിവാര്യമാണ്. എങ്കിൽ മറ്റെല്ലാം നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു ട്രംപ് വിചാരിച്ചാലും നമ്മളെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.